ഈ ഒരു പ്രാക്ടീസ് പ്രോബ്ലത്തിൽ നമുക്ക് ക്വിക്കായിട്ട് ഒരു കളർ ഇമേജ് എടുത്ത് അതെങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം എന്ന് നോക്കാം. പൈത്തണിൽ നമുക്കത് ഏറ്റവും എളുപ്പം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ നമുക്കത് ബേസിക്കലി ഇമേജ് ലോഡ് ചെയ്യാനായിട്ട് നമുക്കൊരു സാമ്പിൾ ഇമേജ് ആവശ്യമാണ്. സോ ഒരു JPEG ഫോർമാറ്റിലോ അല്ലെങ്കിൽ ഒരു PNG ഫോർമാറ്റിലോ ഉള്ള ഒരു ഇമേജ് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഗൂഗിൾ കൊലാബിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഗൂഗിൾ കൊലാബിൽ നമുക്കത് അവൈലബിൾ ആയിരിക്കണം. നമ്മളത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് അപ്ലോഡ് ചെയ്താൽ മതിയാകും. സോ അതിൻ്റെ ഐഡിയ എങ്ങനെയാണെന്ന് പറയാം. സോ നമ്മളങ്ങനെ ഒരു ഇമേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു അറേ ആയിട്ട് നമുക്കത് സൂക്ഷിക്കാൻ സാധിക്കും. സോ കളർ ഇമേജ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇമേജിന് 3 ചാനൽസ് ഉണ്ടാവും, റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഈ ഇമേജിൻ്റെ വിഡ്ത്തും ഹൈറ്റും അനുസരിച്ച് നമുക്കതിൻ്റെ ഒരു പിക്സൽ സൈസ് ഉണ്ടാവും. സോ നമുക്കൊരു 2D മെട്രിക്സ് പോലെ അതിനെ ചിന്തിക്കാം. ഇപ്പോൾ റെഡ് ചാനൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലൊരു ഹൈറ്റ് വിഡ്ത്ത് വരുന്ന ഒരു മെട്രിക്സ് അല്ലെങ്കിൽ ഒരു അറേ ഉണ്ടാവും. ദെൻ ഗ്രീൻ ചാനൽ ഉണ്ടാവും, ദെൻ ബ്ലൂ ചാനൽ ഉണ്ടാവും. ഇതിൻ്റെ എല്ലാം കൂടി ആകത്തുകയാണ് നമ്മൾ ആ കളർ ഇമേജ് ആയിട്ട് കാണുന്നത്. സോ ഇഫ് ഇത് റെഡ് ആണെങ്കിൽ ഇത് ഗ്രീൻ, ഇത് ബ്ലൂ. സോ എല്ലാത്തിൻ്റെയും വിഡ്ത്തും ഹൈറ്റും സെയിം തന്നെ ആയിരിക്കും. സോ അതിനനുസരിച്ച് ആ ഒരു പിക്സൽ സൈസസ് ഡിഫറൻ്റ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ, സോ നമുക്കൊരു 3D NumPy അറേ ആയിട്ടായിരിക്കണം ഈ ഒരു ഡേറ്റേനെ കിട്ടേണ്ടത്. സോ അത് നമുക്ക് ചെയ്യാനായിട്ട് പൈത്തണിൽ ഒരു ലൈബ്രറി ഉള്ളത്. ആ ലൈബ്രറിയുടെ പേരാണ് PIL എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി വെച്ച് നമുക്ക് ഈ ഇമേജിനെ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ക്ലൗഡ് ഇതിൽ നിന്നോ ലോഡ് ചെയ്ത് നമുക്കൊരു അറേയാക്കി എടുക്കാൻ സാധിക്കും. സോ വൺസ് അത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെയുള്ളത് ഒരു അറേയാണ്. ഇമേജ് അറേ എന്നാണ് നമ്മൾ പേര് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ. സോ ഈ അറേ എന്ന് പറഞ്ഞാൽ ഒരു 3D മെട്രിക്സ് ആണ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ. സോ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുക വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു 3 ചാനൽസ് ആയിരിക്കും, അതായത് 3 ലെയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, ഒന്ന് റെഡിനും ഗ്രീനിനും ബ്ലൂവിനും. സോ ആ ഇമേജിൻ്റെ നേച്ചർ അനുസരിച്ച് കൂടുതൽ റെഡിഷ് ആയിട്ടുള്ള ഇമേജ് ആണെങ്കിൽ ആ റെഡിൻ്റെ മെട്രിക്സിന് കൂടുതൽ ഹൈ വാല്യൂസും ബാക്കിയുള്ളതിന് കുറവ് വാല്യൂസും അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. സോ അത് ഡിപ്പെൻസ് നമ്മുടെ ഇമേജ് എങ്ങനെ ഇരിക്കും എന്നനുസരിച്ച് ഉണ്ടാവും. സോ ഇതിനെ ക്വിക്കായിട്ട് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിലേതെങ്കിലും ഒരു ചാനൽ സെലക്ട് ചെയ്യുക, ബാക്കിയുള്ളതെല്ലാം ഡിസ്കാർഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിതിൽ റെഡ് മാത്രം എടുക്കുകയാണ്, ഗ്രീനും ബ്ലൂവും കളയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സിമ്പിളി ഒരു ലെയർ മാത്രം വരുന്ന ഒരു ഇമേജ് ആയിരിക്കും. അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമ്മുടെ ഒറിജിനൽ ഇമേജിൻ്റെ സെയിം സൈസായിരിക്കും. ബാക്കി ഗ്രീനും ബ്ലൂവും കളയുന്നതോടുകൂടി തന്നെ ഇവിടെ നമുക്ക് കളർ എന്ന് പറയുന്ന ആ കാര്യമില്ല, ജസ്റ്റ് അതിൻ്റെ ഗ്രേ സ്കെയിൽ ഇൻറ്റൻസിറ്റി വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ഇൻറ്റൻസിറ്റി വാല്യൂസ് നമുക്കറിയാം. ഇപ്പോൾ ഓരോ പിക്സൽ എടുത്തു കഴിഞ്ഞാലും നമുക്ക് അത് 0 to 255 റേഞ്ചിലോട്ട് ആയിരിക്കും ആ ഒരു വാല്യൂ കിടക്കുന്നത്. സോ കൂടുതൽ വൈറ്റിഷ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഒന്നുകിൽ 0 അല്ലെങ്കിൽ 255, കൂടുതൽ ഡാർക്കിഷ് അല്ലെങ്കിൽ എക്സ്ട്രീം ഡാർക്ക് എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമ്മൾ ഇതിലേതെങ്കിലും ഒരു വാല്യൂയിലായിരിക്കും വരുന്നത്. ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന വാല്യൂസ് ഒരു ഗ്രേ കളേഴ്സൊക്കെ ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് ആയിരിക്കും വരുന്നത്. സോ ആക്ച്വലി നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കളർ ഇമേജിൽ നിന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ഒരു ഗ്രേ സ്കെയിൽ ഇമേജ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ ഒന്നുകിൽ എക്സ്ട്രീം ബ്ലാക്ക് ആൻഡ് എക്സ്ട്രീം വൈറ്റ് എന്ന് പറയുന്ന രണ്ട് ഇതിലോട്ട് നമ്മളതിനെ കൊണ്ടുവരണം. സോ റൈറ്റ് നോ നമ്മൾ ഗ്രേ സ്കെയിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ചാനൽ മാത്രം സെലക്ട് ചെയ്തിട്ടുള്ള രീതി നോക്കാം. ഓക്കെ, സോ ഇത് നമുക്ക് കോഡിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ, സോ ഇപ്പോൾ സപ്പോസ് എനിക്ക് ഹാർഡ് ഡിസ്കിൽ ഒരു സാമ്പിൾ ഇമേജ് ഉണ്ട്. ഫഹദ് ഫാസിലിൻ്റെ ഒരു ഇമേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ ഈ ഇമേജ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തു. ഇവിടെ ഈ അപ്ലോഡ് ബട്ടണിൽ പ്രസ് ചെയ്ത് എനിക്ക് എൻ്റെ ഹാർഡ് ഡിസ്കിൽ നിന്നും, ഞാൻ ഗൂഗിൾ കൊലാബിൽ ചെയ്യുന്നുള്ളത് കൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ നെക്സ്റ്റ് എനിക്ക് വേണ്ടത് ഇതിന് വേണ്ടുന്ന ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ പിൽ എന്ന് പറയുന്ന ലൈബ്രറി ആണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഇമേജ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടുന്ന ഫംഗ്ഷനാണ് ഇമേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സോ അത് ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ മെട്രിക്സ് ഓപ്പറേഷൻസ്, അതായത് ആ ലെയേഴ്സ് കളയുന്നതും എടുക്കുന്നതും ഒക്കെ ചെയ്യാനായിട്ട് എനിക്ക് NumPy അറേയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ NumPy ലൈബ്രറിയാണ് യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ആ ഡേറ്റ എനിക്ക് NumPy അറേ ആയിട്ട് കിട്ടും. സോ ഞാനത് ലോഡ് ചെയ്യുന്നു. അതിനുശേഷം അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുന്നത് ഈ ഇമേജ് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഇമേജ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ആ മോഡ്യൂളിൽ ഓപ്പൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഈ ഫയലിൻ്റെ പാത്ത് പറഞ്ഞു കൊടുത്താൽ മതിയാകും. കറൻ്റ്ലി ഈ നോട്ട്ബുക്കിൻ്റെ അതേ ലൊക്കേഷനിലാണ് ഇത് കിടക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഡയറക്റ്റ് ആ ഫയലിനെ മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയാകും.
ദെൻ ഈ ലോഡ് ചെയ്ത് വരുന്നത് ഒരു ഇമേജ് നമ്മുടെ ഈ ലൈബ്രറിയുടെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ്. അതിനെ അറേ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ np.array എന്ന് പറഞ്ഞിട്ട് ആ ഒബ്ജക്റ്റ് നെയിം പാസ് ചെയ്ത് കൊടുക്കുന്നു. സോ എനിക്കതൊരു അറേ ആയിട്ട് തിരിച്ച് കിട്ടും. ഈ അറേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും. സോ എനിക്കിപ്പോൾ ഇതൊരു കളർ ഇമേജ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് എത്രയാണ്, ഹൈറ്റ് എത്രയാണ്, എത്ര ലേയേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. സോ എനിക്ക് 300/200 × 3 ആണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അതായത് 300 പിക്സൽസ് ഹൈറ്റും 200 പിക്സൽസ് വിഡ്ത്തുമാണ് ഇതിനുള്ളത്. അതുപോലെ 3 ചാനൽസ് റെഡ്, ഗ്രീൻ, ബ്ലൂ. സോ ഷോ ഡേറ്റ, ഹൈഡ് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഇവിടെ വരുന്നുണ്ട്. സോ ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡേറ്റ കൂടെ കാണാൻ സാധിക്കും. സോ റൈറ്റ് നൗ ഇതിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിളി ഒരു ചാനൽ ഡിസ്കാർഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ വെറുതെ അതിൻ്റെ ഷേപ്പ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുവാണ് ഇവിടെ. അപ്പോൾ 300, 200, 3 എന്ന് പറഞ്ഞ് കിട്ടുന്നു. ഇനി ഇതിൻ്റെ ഏതെങ്കിലും ഒരു ചാനൽ മാത്രം എടുക്കാനായിട്ട് നമുക്ക് ഇൻഡെക്സിങ് ഓപ്പറേഷൻ അല്ലെങ്കിൽ സ്ലൈസിങ് ഓപ്പറേഷൻ യൂസ് ചെയ്യാം. ജസ്റ്റ് നംപൈ അറേയുടെ. സോ ഇവിടെ എനിക്ക് എല്ലാ റോസും എല്ലാ കോളംസും വേണം, പക്ഷേ ഒരു ചാനൽ മാത്രം മതി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ആ ചാനലിൻ്റെ കൊറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെക്സ് കൊടുക്കും. സോ എനിക്ക് 0th ചാനൽ, അതായത് റെഡ് ചാനൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഞാനിവിടെ റെഡ് 0 കൊടുക്കും. സോ ഇവിടെ നോക്കിയാൽ അറിയാം അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രേ സ്കെയിൽ ഇമേജ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് അടുത്ത ചാനൽ വേണമെന്നുണ്ടെങ്കിൽ 1 കൊടുക്കുക. ഓക്കെ, അപ്പം ആ ഒരു കളറിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് അതിൽ നമുക്കൊരു വേരിയേഷൻസ്, ഗ്രേ സ്കെയിൽ ഇമേജിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ചാനൽ 2. സോ ഈ ഒരു രീതിയിൽ നമുക്കതിനെ സിമ്പിളായിട്ട് ഗ്രേ സ്കെയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് 0, 1, 2 ഈ 3 ചാനൽസേ ഉള്ളൂ, കാരണം നമുക്കാകെ റെഡ്, ഗ്രീന്, ബ്ലൂ മാത്രമേ ഉള്ളൂ. സോ ഇതിൻ്റെ അപ്പുറത്തോട്ടൊരു ഇൻഡെക്സിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ ആയിരിക്കും കിട്ടുന്നത്. സോ ഇതിലേറ്റവും എനിക്ക് തോന്നുന്നു 0യിൽ വരുന്നത് ബ്ലൂ ചാനലാണെന്ന് തോന്നുന്നു, കാരണം ഇത് കൂടുതലൊരു ബ്ലൂയിഷ് ഇമേജാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ബ്ലാക്ക് പാർട്ട് നന്നായിട്ട് വരുന്നുണ്ട് ഈ ഒരു ഇമേജിൽ. സോ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഒരു കളർ ഇമേജിനെ ഗ്രേ സ്കെയിലാക്കാനായിട്ട് ഈ രീതിയിൽ പോസിബിളാണ്. സോ നിങ്ങൾ ഒരു സാമ്പിൾ ഇമേജ് എടുത്ത് ട്രൈ ഔട്ട് ചെയ്യുക, നിങ്ങളുടെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. Okay, so have fun.